ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ശിക്ഷക് സദൻ രാജ്യത്തിനാകെ മാതൃകയെന്ന് മന്ത്രി MB രാജേഷ്. പാലക്കാട് ശിക്ഷക് സദൻ ആധുനിക രീതിയിൽ നവീകരിച്ചു. ശിക്ഷക് സദൻ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ മുഖം മാറുന്നു. ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ പൂർത്തിയായി. ആദ്യഘട്ടം 5 കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങളെന്ന് പട്ടാമ്പി MLA മുഹമ്മദ് മോഹസിൻ. കുന്നംകുളത്ത് മഴക്കെടുതി. ഉരുളിക്കുന്നിൽ മണ്ണിടിഞ്ഞു. 20ഓളം വീടുകൾ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. ചെറുതുരുത്തി ആരോഗ്യ കേന്ദ്രത്തിൽ സ്ഥല പരിമിതിക്ക് പരിഹാരമാകുന്നു. പുതിയ കെട്ടിടത്തിന്റെ കട്ടിളവെപ്പ് ചടങ്ങ് നടന്നു. കെട്ടിട നിർമ്മാണം ഹെൽത്ത് ഗ്രാന്റ് ഫണ്ടിൽ നിന്ന് അനുവദിച്ച 52 ലക്ഷം രൂപ ചിലവിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ശിക്ഷക് സദൻ രാജ്യത്തിനാകെ മാതൃകയെന്ന് മന്ത്രി MB രാജേഷ്. പാലക്കാട്ട് ആധുനിക രീതിയിൽ നവീകരിച്ച ശിക്ഷക് സദന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശിക്ഷക് സദൻ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 1962 അധ്യാപക ക്ഷേമ ഫൗണ്ടേഷന്റെ കീഴിൽ സ്ഥാപിച്ച ശിക്ഷക് സദന്റെ പ്രവർത്തന മേഖല വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അധ്യാപകർക്കും അനധ്യാപകർക്കും കുറഞ്ഞ ചെലവിൽ സുരക്ഷിതമായ താമസം നൽകുന്ന ശിക്ഷക് സദൻ സൗകര്യങ്ങൾ സ്വകാര്യ വ്യക്തികൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ എന്നിവർ ഉപയോഗിക്കുന്നതിലൂടെ വരുമാനം കണ്ടെത്താനാവും. തിരക്കേറിയ ശിക്ഷക് സദനുകളിൽ ഭക്ഷണശാല ആരംഭിക്കുന്നതും പരിഗണനയിലുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. പാലക്കാട് ശിക്ഷക് സദൻ കുറേ കാലമായിട്ട് അടച്ചുപൂട്ടി കിടക്കുകയായിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിശീലനം, യോഗങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്താൻ ഇപ്പോൾ സൗകര്യപ്രദമായൊരു സ്ഥലമായി. കുറേ കാലമായിട്ട് നമുക്ക് വേണ്ടതുപോലെ സൗകര്യപ്രദമായിരുന്നില്ല. അതെല്ലാം ഇനി കൂടുതൽ ഊർജിതമായിട്ട് നടത്താൻ ഒരു സ്ഥലം ലഭ്യമായിരിക്കുകയാണ്. പല ആവശ്യങ്ങൾക്കായിട്ട് പാലക്കാട്ട് എത്തിച്ചേരുന്ന അധ്യാപകർക്കും മറ്റും താമസിക്കുന്നതിനും ഇപ്പോൾ നല്ല വൃത്തിയുള്ള സൗകര്യങ്ങളെല്ലാമുള്ള മിതമായ നിരക്കിൽ കിട്ടുന്നൊരു സ്ഥലം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഈ വൃത്തി ഇതേപോലെ നിലനിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കെയർടേക്കർമാരാണ് ഉറപ്പുവരുത്തേണ്ടത്. പലപ്പോഴും പൊതുവായ ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോൾ വളരെ ഗംഭീരമായിട്ടുണ്ടാക്കും. എത്രയാണ് ഇതിന് ചിലവ്? 1.5 കോടിയാണ്. 1.5 കോടി 1.5 കോടി ചിലവഴിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പം കണ്ടാൽ നമ്മളെല്ലാം ഹായ് എന്ന് പറയുന്നു, നന്നായിട്ടുണ്ട് എന്ന് പറയും. ഒരു 3-4 മാസം കഴിഞ്ഞ് വന്നാൽ എങ്ങനെ ഇരിക്കുന്നു നോക്കിയാലേ അറിയാൻ പറ്റും. അപ്പം ഇതിൻ്റെ പരിപാലനം പ്രധാനമാണ്. അതാരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അത് ഉറപ്പുവരുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, വാർഡ് കൗൺസിലർ സെയ്ദ് മീരാൻ ബാബു, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ്, DDE സുനിജ, DEO ആസിഫ് അലിയാർ, അസിസ്റ്റന്റ് സെക്രട്ടറി R. സുനിൽകുമാർ, AEO PP രമേശ്, പ്രവർത്തക സമിതി അംഗങ്ങളായ TKA ഷാഫി, വട്ടപ്പാറ അനിൽകുമാർ, KC സ്നേഹശ്രീ, AK ബിജു, ഹരീഷ് കടവത്തൂർ, M. ഇന്ദു, KC അശോകൻ എന്നിവർ സംസാരിച്ചു. 2 പേർക്ക് താമസിക്കാൻ കഴിയുന്ന 15 AC റൂമുകൾ ഉൾപ്പെടെ 24 മുറികളാണ് നവീകരിച്ച കെട്ടിടത്തിലുള്ളത്. 8 കട്ടിലുള്ള 2 ഡോർമെറ്ററികളും 70 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന AC ഹാളും 15 പേർക്ക് യോഗം ചേരാൻ കഴിയുന്ന എക്സിക്യൂട്ടീവ് ഹാളും പുനർനിർമ്മിച്ചുകൊണ്ടാണ് പാലക്കാട് ശിക്ഷക് സദൻ നവീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളത്ത് മഴക്കെടുതി. രാത്രി പെയ്ത കനത്ത മഴയിൽ അടുപ്പുട്ടി ഉരുളിക്കുന്നിൽ മണ്ണിടിഞ്ഞു. പ്രദേശത്ത് 20ഓളം വീടുകൾ കനത്ത മണ്ണിടിച്ചൽ ഭീഷണിയിലാണ്. 20 അടിയോളം ഉയരത്തിൽ വീടുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മൺതിട്ട നീക്കം ചെയ്യണമെന്ന് പ്രദേശവാസികൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പരാതിയുണ്ട്. ഉരുളിക്കുന്ന് സ്വദേശികളായ മണ്ടുമ്പാൽ ആലീസ്, ചാക്കോച്ചൻ, പ്രേമ എന്നിവരുടെ വീടിന് പിറകിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. പ്രദേശത്തെ 20ഓളം വീടുകൾ ഇപ്പോഴും കനത്ത മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. രാത്രി ഒരു 3 മണിയൊക്കെ ഉണ്ടാവും. സൗണ്ട് കേട്ടു. ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടില്ല. ഞങ്ങൾ അകത്ത് തന്നെയായിരുന്നു. ഞങ്ങൾ 2 മാത്രമുള്ള ആൺകുട്ടികളൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ ഫ്രണ്ടിൽ വന്നിട്ട് ഞങ്ങൾ വാതിൽ തുറന്ന് നോക്കി. ഇവിടെ വല്ലതും വീടുന്ന. അപ്പോൾ ഇവിടെ ഒന്നും കണ്ടില്ല.
ബാക്കിലേക്ക് ഞങ്ങൾ പോയില്ല. അപ്പോൾ തൊട്ട വീട്ടിലെ ചേച്ചി വന്നിട്ട് വിളിച്ചേ ഞങ്ങൾ തന്നെ ബാക്കിലൊന്ന് നോക്കാൻ പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞങ്ങൾ നോക്കിയത്. ഏകദേശം 15ഓളം വീടുകൾ, ആ വീടുകളുടെ ബാക്കിൽ 20 അടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു മൺതിട്ടാണ്. ഇത് കുറച്ച് വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ ഇതിനെ പല സ്ഥലങ്ങളിലും പരാതി കൊടുത്തിട്ടുണ്ട്. ജില്ലാ കളക്ടർക്കടക്കം പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു നടപടി ഉണ്ടാകുന്നില്ല. അതായത് ഇവിടുത്തെ മണ്ണെടുത്ത് മാറ്റാൻ ജിയോളജി പാസ് അനുവദിക്കുന്നില്ല എന്നാണ് സ്ഥലത്തിൻ്റെ ഓണർ പറയുന്നത്. ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തപ്പോൾ ജില്ലാ കളക്ടർ നഗരസഭയ്ക്ക് ഒരു നോട്ടീസ് കൊടുത്തു. നഗരസഭ അത് സ്ഥലത്തിൻ്റെ ആൾക്ക് കൊടുത്തു. ഇവിടെ മനുഷ്യരുടെ ജീവന് ഒരു വിലയില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. മഴ കനത്താൽ ഇനിയും മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ഭയപ്പാടിലാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ രാത്രിയിലുണ്ടായ മണ്ണിടിച്ചിൽ പ്രദേശത്ത് വലിയ രീതിയിലുള്ള പരിഭ്രാന്തി സൃഷ്ടിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണവുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. ആദ്യഘട്ടം 5 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുക. കൃഷിവകുപ്പിന്റെ കീഴിലുള്ള പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് 25 ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. സ്ഥാപനത്തിന്റെ സമഗ്ര നവീകരണവുമായി ബന്ധപ്പെട്ട് തുക അനുവദിക്കാൻ മുഹമ്മദ് മുഹസിൻ MLA സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇതുപ്രകാരം ആദ്യഘട്ട സമഗ്ര നവീകരണ പ്രവർത്തനങ്ങൾക്കായി നേരത്തെ ബജറ്റിൽ 5 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പ്രാരംഭ നടപടികൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. ഇക്കാര്യങ്ങൾ ധരിപ്പിക്കാൻ MLA ഓർച്ചാർഡിലെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കൃഷിവകുപ്പിന്റെ കീഴിലുള്ള ഏജൻസിയായ KLDC മുഖേനയാണ് നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുകയെന്ന് MLA പറഞ്ഞു. പരമാവധി എല്ലാ നവീകരണ പ്രവൃത്തികളും ആദ്യഘട്ടത്തിൽ നടപ്പാക്കും. ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു ബഡ്ജറ്റിൽ 5 കോടി രൂപ. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ടെൻഡർ നടപടിയും പൂർത്തീകരിച്ചു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. ലാൻഡ് ഡെവലപ്മെൻ്റ് അടക്കം അതുപോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ അനിവാര്യമായിട്ടുള്ള എല്ലാ ഫാമിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും ആദ്യഘട്ടം എന്നുള്ള നിലക്ക് ഈ ഫണ്ടിൽ നടക്കും. KLDC മുഖാന്തരമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് കൃഷി വകുപ്പിൻ്റെ തന്നെ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു ഏജൻസി കൂടിയാണ്. നവീകരണത്തോടൊപ്പം ഫാം ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിലേക്കുള്ള പരിവർത്തനത്തിനാണ് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പട്ടാമ്പിയിലെ പൊതുജനങ്ങൾക്ക് കാർഷിക മേഖലയെ കൂടുതൽ അറിയാനും ഫാമിങ്ങിന് കൂടുതൽ ആളുകൾക്ക് താൽപ്പര്യമുണ്ടാക്കുക വഴി പഠന സംവിധാനങ്ങൾ ഒരുക്കുക എന്നതാണ് സമഗ്ര നവീകരണം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നതെന്നും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അറിയിച്ചു. MLAക്കൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, ഓർച്ചാർഡിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. CPI ചേലക്കര മണ്ഡലം സമ്മേളനം കിള്ളിമംഗലം സ്കൂളിലെ P. നാരായണൻ നായർ നഗറിൽ തുടരുന്നു. പൊതുയോഗം CPI കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തിരുവിലാമല വ്യാപാരി ഭവനിലെ രമ്യ രാമു നഗറിലാണ് പ്രതിനിധി സമ്മേളനം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ സമരം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള അതിശക്തമായ ഒരു പ്രക്ഷോഭത്തിൻ്റെ മുൻപാകണം. അതിന് മുന്നിൽ ആ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ തൊഴിലാളികളെ അണിനിരത്തുക എന്ന മഹത്തായ കടമയാണ്, ലക്ഷ്യമാണ് 1920 KLDC രൂപം എടുത്തത്. ഇതേ കാലഘട്ടത്തിലാണ് രാജ്യത്തിൻ്റെ നാനാ മേഖലകളിൽ കർഷക പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നത്. സമ്മേളനത്തിൽ CPI ജില്ലാ കൗൺസിൽ അംഗം അരുൺ കാളിയത്ത് അധ്യക്ഷത വഹിച്ചു. K. രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ MR നാരായണൻ, EM സതീശൻ, ചേലക്കര മണ്ഡലം സെക്രട്ടറി P. ശ്രീകുമാരൻ, ജില്ലാ കൗൺസിൽ അംഗം TP സുനിൽ, പാഞ്ഞാൾ ലോക്കൽ സെക്രട്ടറി P. കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. തിരുവല്ലോമല വ്യാപാരി ഭവനിലെ രമ്യ രാമു നഗറിലാണ് പ്രതിനിധി സമ്മേളനം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ജൂൺ 28-29 തീയതികളിലായി പറളിയിൽ നടക്കുന്ന CPI പാലക്കാട് മണ്ഡലം സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനു വേണ്ടി സ്വാഗത സംഘ രൂപീകരണം പറളിയിൽ സംഘടിപ്പിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V. ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി KV ബാബു അധ്യക്ഷത വഹിച്ചു. AS ശിവദാസ്, K. കൃഷ്ണൻകുട്ടി, ജമാൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KR മോഹൻദാസ് സ്വാഗതവും പറളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VD ശശികുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ സോഷ്യൽ മീഡിയയിൽ അവഹേളിച്ച RSS അജണ്ടയ്ക്കെതിരെ ഷൊർണൂരിൽ കോൺഗ്രസ് പ്രതിഷേധം. ഇന്ദിരാഗാന്ധിയെ ഫേസ്ബുക്കിൽ വികലമായി ചിത്രീകരിച്ച RSS പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. ഇന്ദിരാഗാന്ധിയെ അവഹേളിക്കുക എന്നത് RSSന്റെ വ്യക്തമായ അജണ്ടയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. DCC സെക്രട്ടറിമാരായ K. കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, മുരളി മാസ്റ്റർ, K. വേണുഗോപാലൻ, TK ആഷിഖ്, ശ്രീജ, PM മുരളീധരൻ, VG ശ്രീനിവാസൻ, വിൻസെന്റ്, നൌഫൽ, അഷ്റഫ്, പാറുകുട്ടി, പ്രിയ, കാർത്തിയായനി, അബൂബക്കർ, L. വിനോദ്, R. സുരേഷ് ബാബു, വിജയ് ബാനു, രവീന്ദ്രൻ, സോമൻ കോഴിപ്പാറ, വിനയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി ആരോഗ്യ കേന്ദ്രത്തിലെ സ്ഥലപരിമിതിക്ക് പരിഹാരമാകുന്നു. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടത്തിന്റെ കട്ടിളവെപ്പ് കർമ്മം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ നിർവഹിച്ചു. ചെറുതുരുത്തി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് വലിയ പ്രതിസന്ധിയായിരുന്നു. ഇതിന് പരിഹാരമെന്ന നിലയിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് ഗ്രാന്റ് ഫണ്ടിൽ നിന്ന് അനുവദിച്ച 52 ലക്ഷം രൂപ ചെലവിട്ട് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ കട്ടിളവെപ്പ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ നിർവഹിച്ചു. പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 1 കോടി രൂപയുടെ കെട്ടിടം പണി പൂർത്തീകരിച്ച് അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിരിക്കുക. രണ്ടാം ഘട്ടം എന്ന നിലയ്ക്ക് CFC ഗ്രാന്റ് ഉപയോഗിച്ചുകൊണ്ട് 2 ഘട്ടമായി 52 ലക്ഷം രൂപ ചെലവിലുള്ള പുതിയ കെട്ടിടത്തിൻ്റെ പണി ആരംഭിക്കുകയും അതിൻ്റെ കട്ടിളവെപ്പുമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. അതിവേഗമാണ് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം മാറിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കെട്ടിടത്തിൻ്റെ കട്ടിളവെപ്പ് ചടങ്ങ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. അതിവേഗത്തിൽ തന്നെ അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA യൂസഫ്, പഞ്ചായത്ത് അംഗം താജുന്നീസ, ഹെൽത്ത് ഓഫീസർ ഡോക്ടർ PA സഫീർ, പഞ്ചായത്ത് സെക്രട്ടറി R ശ്രീദേവി, AER പ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വാട്ടർ ATMന്റെ പ്രവർത്തനം തുടങ്ങി. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നദീറ ഇസ്മായിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രേമദാസൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ പ്രകാശൻ, പഞ്ചായത്ത് അംഗം രമേശ്, പള്ളി കമ്മിറ്റി ഭാരവാഹികളായ മുഹമ്മദ് ഷരീഫ്, സെയ്ദ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലം സബ് ജില്ലയിലെ അടിസ്ഥാന ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര അധ്യാപകർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി നടത്തി. റാലിക്ക് ശേഷം ഒറ്റപ്പാലത്ത് ബോധവൽക്കരണ കലാപരിപാടികളും ഉണ്ടായിരുന്നു. അവധിക്കാല അധ്യാപക പരിശീലനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ശിക്ഷക് സദൻ രാജ്യത്തിനാകെ മാതൃകയെന്ന് മന്ത്രി MB രാജേഷ്. പാലക്കാട് ശിക്ഷക് സദൻ ആധുനിക രീതിയിൽ നവീകരിച്ചു. ശിക്ഷക് സദൻ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ മുഖം മാറുന്നു. ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ പൂർത്തിയായി. ആദ്യഘട്ടം 5 കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങളെന്ന് പട്ടാമ്പി MLA മുഹമ്മദ് മോഹസിൻ. കുന്നംകുളത്ത് മഴക്കെടുതി. ഉരുളിക്കുന്നിൽ മണ്ണിടിഞ്ഞു. 20ഓളം വീടുകൾ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. ചെറുതുരുത്തി ആരോഗ്യ കേന്ദ്രത്തിൽ സ്ഥലപരിമിതിക്ക് പരിഹാരമാകുന്നു. പുതിയ കെട്ടിടത്തിന്റെ കട്ടിളവെപ്പ് ചടങ്ങ് നടന്നു. കെട്ടിട നിർമ്മാണം ഹെൽത്ത് ഗ്രാന്റ് ഫണ്ടിൽ നിന്ന് അനുവദിച്ച 52 ലക്ഷം രൂപ ചിലവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.